നമ്മൾ പറഞ്ഞു വരുന്നത് ഡെസിമൽസ്. ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഡെസിമൽ? എന്താ ഡെസിമൽ? 1/10 നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഡെസിമൽ സിസ്റ്റം ഓഫ് നൊട്ടേഷൻ. അതായത് ഡിനോമിനേറ്റർ 10, 100, 1000 ഇങ്ങനെ വരുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഡെസിമൽ നമ്പർ എഴുതുമ്പോൾ അതിന് 3 പാർട്ട് വരും. ഹോൾ നമ്പർ പാർട്ടും ഡെസിമൽ പോയിന്റും ഡെസിമൽ പാർട്ടും. ഓക്കെ, ഹോൾ നമ്പർ പാർട്ട് നമ്മൾ സാധാരണ നമ്പേഴ്സ് പറയുന്ന പോലെ തന്നെ പറയാം. അത് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് എന്ന് പറയും. ഒരു ഡോട്ട് ഇടുന്നതിനാണ് നമ്മൾ ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഡെസിമൽ പാർട്ടിലെ ഓരോ ഡിജിറ്റ് ഓരോന്നും ആയിട്ട് തന്നെ പറയണം, ഒന്നിച്ചു വായിക്കരുത്. ഇപ്പൊ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 354 എന്നാണെങ്കിൽ 354 എന്ന് വായിക്കരുത്, പോയിന്റ് 354 എന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വായിക്കാം. ഇനി നമുക്ക് ഇതിന്റെ എക്സ്പാൻഡഡ് നൊട്ടേഷൻ നോക്കാം. ഓക്കെ, പ്ലേസ് വാല്യൂ പറയുന്നത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന പ്ലേസ് ടെൻസ്, TENTHS, ടെൻസ്. അത് നിങ്ങൾക്ക് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടെ, പേജ് നമ്പർ 128. അതിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന പ്ലേസ് ടെൻസ് എന്നറിയപ്പെടുന്നു. എന്താ? TENTHS, ടെൻസ്. രണ്ടാമത്തെ പ്ലേസ് ഹൺഡ്രഡ്, HUNDREDTHS, ഹൺഡ്രഡ്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു ത് വരുന്നുണ്ട്. നെക്സ്റ്റ് പ്ലേസ് തൗസൻഡ്സ്, THOUSANDTHS, തൗസൻഡ്. നമ്മൾ നോർമലി പ്ലേസ് വാല്യൂ പറയുമ്പോൾ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് അങ്ങനെയല്ലേ പറയാം. ഇത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് പ്ലേസ് ടെൻസ്. ഇവിടെ വൺസ് വരുന്നില്ല, ടെൻസ്. എന്തുകൊണ്ടത്? ഡെസിമൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് 1/10 ആയിട്ടാണ്, 1/10 അല്ലെങ്കിൽ നമ്പർ ബൈ 10. അതുകൊണ്ടാണ് ഫസ്റ്റ് പ്ലേസ് ടെൻസ് വരുന്നത്. സെക്കൻഡ് പ്ലേസ് ഹൺഡ്രഡ്സ്, തേർഡ് പ്ലേസ് തൗസൻഡ്സ്. അപ്പൊ 3 രീതിയിൽ നമുക്ക് ഈ ഡെസിമൽ നമ്പറിനെ എക്സ്പാൻഡഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. 3 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ നോക്കിയേ, 212.068, 212.068. വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. $458.279. ഇതിന് നമുക്ക് ആദ്യത്തെ ഫോം എന്താന്ന് വെച്ചാല്, സാധാരണ നമ്മൾ 458 നമ്മൾ എങ്ങനെ പറയും? 4 tens plus 4 tens plus, sorry, 4 tens ആണോ? 400 plus 400. 5 tens. 400s, HUNDREDS, 400s plus 5 tens plus 8 ones plus അടുത്ത നമ്മൾ എഴുതേണ്ടത് ഡെസിമൽ പാർട്ട് ആണ് അല്ലേ? അപ്പൊ ഡെസിമൽ പോയിന്റ് നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതേണ്ട ആവശ്യമില്ല, ഡെസിമൽ പാർട്ട് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് 2 എന്ന് പറയുന്ന ഡിജിറ്റ് ഏത് പ്ലേസിലാണ് വരുന്നത്? ടെൻസിന്റെ പ്ലേസ്. 2 tens plus 2 tens plus 700. സ്പെല്ലിങ്ങിന്റെ വ്യത്യാസം നോക്കണേ. 700 plus 9,000. 9,000.
4 hundreds plus 5 tens plus 8 ones plus 2 tens plus 7 hundreds plus 9 thousands. ഇതിനെ നമുക്ക് വേറെ രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ? 4 hundredsനെ നമുക്ക് എങ്ങനെ പറയാം? 4 hundreds 4 hundreds കൂടിയാല് 400 plus 4 hundreds plus 5 tens എന്ന് പറയുമ്പോഴോ 5 tens 5 tens എന്ന് പറഞ്ഞാൽ എത്രയാ? 50 plus 8 ones എന്ന് പറയുമ്പോൾ 8. നമ്മൾ എക്സ്പാൻഡഡ് ഫോം ഇങ്ങനെ എഴുതാറുണ്ട്. 458 എന്നുള്ളത് 400 plus 50 plus 8 എന്നും എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാറുണ്ട്. ഇനി 2 tensനെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 എന്ന് പറയുന്ന ടെൻസിന്റെ പ്ലേസിലുള്ള 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 0.2 എന്ന് എഴുതാം. 0.2 അല്ലെ? 0.2 പ്ലസ് ഇനി 7 നമുക്ക് എങ്ങനെ എഴുതാം? 0.07. എന്തുകൊണ്ടാ? 7 എന്നുള്ളത് ഹൺഡ്രഡ്സിന്റെ പ്ലേസിലാണ് വരുന്നത്. അപ്പോ ടെൻസിന്റെ പ്ലേസ് ഒഴിച്ചു വിടരുത്. ടെൻസിന്റെ പ്ലേസിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഡിജിറ്റിന്റെ പ്ലേസ് തമ്മിൽ മാറിപ്പോകും. നമ്മളിപ്പോ 0.7 പകരം 0.7 എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ 7 ഏത് പ്ലേസിലാ വരാം? ടെൻസിന്റെ പ്ലേസിലാ വരാം അല്ലെ? 7ന്റെ പ്ലേസ് ശരിക്കും ഹൺഡ്രഡ്സ് ആണ് അല്ലെ? ഹൺഡ്രഡ്സിന്റെ പ്ലേസിലാണ് 7 ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുന്ന സമയത്ത് 0.07 എന്ന് വന്നാലേ 7 ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ 9 എന്നത് തൗസൻഡ്സിന്റെ പ്ലേസിലുള്ള 9 നമ്മൾ എങ്ങനെ എഴുതും? 0.009. എന്തുകൊണ്ടാ? ടെൻസിന്റെ പ്ലേസിൽ 0 വരണം, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 0 വരണം, തൗസൻഡ്സിന്റെ പ്ലേസിൽ 9 വന്നാൽ മാത്രമേ നമുക്ക് ഈ 9 കറക്റ്റ് പ്ലേസിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 0.279 എന്നുള്ളത് നമുക്ക് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുമ്പോൾ 0.2 പ്ലസ് 0.07 പ്ലസ് 0.009. ഇനി വേറൊരു എക്സ്പാൻഡഡ് ഫോം സാധാരണ പോലെ 400 പ്ലസ് 50 പ്ലസ് 8. അടുത്ത ഡെസിമൽ പാർട്ടിൽ വരുന്ന 0.2 എന്നത് ടെൻസിന്റെ പ്ലേസിലല്ലേ? ടെൻസിന്റെ പ്ലേസിൽ വരുമ്പോ അത് 1/10 ആണ്. ടെൻസിന്റെ പ്ലേസ് എന്ന് പറയുന്നത് 1/10 ആണ്. അപ്പൊ 2 ടെൻസിന്റെ പ്ലേസിൽ വരുന്നു എന്ന് പറയുമ്പോൾ 2/10. 2/10. അതുപോലെ 7 വരുന്നത് ഹൺഡ്രഡ്സിന്റെ പ്ലേസിലാണ്. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ എന്ന് പറയുമ്പോൾ 1/100. 1/100 ആണ് ആ പ്ലേസ് വരുന്നത്. അപ്പൊ അവിടെ 7 വരുന്നു എന്ന് പറയുമ്പോൾ 7/100 പ്ലസ് 9 വരുന്നത് തൗസൻഡ്സിന്റെ പ്ലേസിൽ. സോ ഇറ്റ് ഈസ് 9/1000. 9/1000. അപ്പൊ ഈ 3 ടൈപ്പ് എക്സ്പാൻഡഡ് ഫോം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ 2 നമ്പേഴ്സ് തരട്ടെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ. ഓക്കെ, നോട്ട്ബുക്ക് എടുത്തു. ഫസ്റ്റ് വൺ 568.215. Second one 691.405. മിസ് ഇത് 3 വേയിലും എഴുതണം. 3 രീതിയിലും എഴുതണം. ഒന്ന് എഴുതി നോക്കിയേ. ഒന്നാമത്തെ ആൻസർ 4
500 plus 6 tens plus 8 ones plus 200 മിസ്സേ 2 sorry tens അല്ലേ 2 tens ശ്രദ്ധിക്കുന്നുണ്ടല്ലേ 2 tens plus 100 നോക്കിക്കോ ഇതുപോലെ തന്നെയാണോ 100 plus 5000 ഇതൊരു മെത്തേഡ് രണ്ടാമത്തേത് 500 plus 60 plus 8 plus പ്ലസ് 0.2 പ്ലസ് plus 0.01 plus 0.005 അടുത്തത് 500 plus 50 plus 8 plus 2 by 10 plus plus 100 plus 1 by 100 plus 5 5 by 1000. ഓക്കെ ഇത് ഒന്നാമത്തത് ഈ രണ്ടാമത്തത് 600 plus 9 plus 9 10 plus 1 1 ones plus 4 tens 4 tens plus 0 hundreds എഴുതേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാ 0 എവിടെ വന്നാലും അതിന്റെ പ്ലേസ് വാല്യൂ 0 ആയിരിക്കും 0 hundreds എന്ന് എഴുതേണ്ട ആവശ്യമില്ല 4 tens plus 5000 മിസ്സേ ടെക്സ്റ്റ് ബുക്കിനകത്ത് 0 ടെൻസ് കൊടുത്തിട്ടുണ്ടല്ലോ 0 tens കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ വി ക്യാൻ ഓമിറ്റ് റൈറ്റിംഗ് 0.0 for the tens place മാത്രമേ 0 എഴുതിയാലും കുഴപ്പമില്ല എന്നാലും നോർമലി നമ്മൾ 0 പ്ലേസ് വാല്യൂ വരുന്നത് സാധാരണ എക്സ്പാൻഡഡ് ഫോമിൽ നമ്മൾ എഴുതാറില്ല അല്ലെ മിസ്സേ ഞാൻ ഫസ്റ്റ് പേജിൽ 0 എഴുതിയിട്ടുണ്ട് ബാക്കി 2 പേജിലും 0 എഴുതിയിട്ടില്ല ഓക്കെ കുഴപ്പമില്ല എഴുതിയാലും കുഴപ്പമില്ല പൊതുവെ നമ്മൾ 0 എഴുതാറില്ല ഓക്കെ രണ്ടാമത്തെ ടൈപ്പ് ആണെങ്കിൽ 600 പ്ലസ് 90 plus 1 plus plus 0.4 plus plus 0.005 0.005 ഇവിടെ ഹൺഡ്രഡ്സിന്റെ പ്ലേസ് മുഴുവനായിട്ട് നമുക്ക് അങ്ങ് ഒമിറ്റ് ചെയ്യാം ഓക്കെ അടുത്ത ടൈപ്പ് ആണെങ്കിൽ 600 plus 90 plus 90 plus 1 plus 1 plus 4 by 10 1 by plus 4 by 10 plus 5 by 1000 5 by 1000 ഓക്കെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എവിടെ 0 വന്നാലും ആ പ്ലേസ് നമുക്ക് അങ്ങ് ഒഴിവാക്കാം ഓക്കെ ഇപ്പോ 105 എന്നുള്ളത് നമ്മൾ സാധാരണ 100 plus 5 എന്ന് എഴുതുള്ളൂ അല്ലെ അല്ലെങ്കിൽ 100 plus 5 ones എന്ന് മാത്രമേ എഴുതൂ അല്ലാതെ 100 plus 0 tens plus 5 ones എന്ന് എഴുതാറില്ല അതേപോലെ തന്നെ ഡെസിമൽ പാർട്ടിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേസ് നമുക്ക് അങ്ങ് ഒഴിവാക്കാം എന്നാൽ അതിനനുസരിച്ച് തൊട്ടടുത്ത പ്ലേസ് മാറ്റി എഴുതണം ഇപ്പൊ 405 എന്നുള്ളത് 4 tens plus 0 അങ്ങ് ഒഴിവാക്കിയിട്ട് 5 അടുത്ത പ്ലേസ് ഹൺഡ്രഡ്സ് എന്ന് എഴുതരുത് 5ന്റെ പ്ലേസ് തൗസൻഡ്സ് ആണ് അപ്പൊ 4 tens plus 5000
ഓക്കെ, ഹോംവർക്ക് തരാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എക്സസൈസ് 7.1 129 പേജ് നമ്പർ 129 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി. Write the following decimals in the place value chart. Place value ചാർട്ടില് ഈ ഡെസിമൽസ് എഴുതിയാൽ മതി. അതായത് നമുക്ക് തന്നിരിക്കുന്ന ചാർട്ടില്ലേ, ആ എക്സാമ്പിളിൽ കൊടുത്തിരിക്കുന്ന ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്, അത് കഴിഞ്ഞിട്ട് പോയിന്റിന്റെ കോളം ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, അങ്ങനെ കോളം വരച്ചിട്ട് ആ നമ്പേഴ്സ് എല്ലാം ഒറ്റ ഒരു ടേബിളിലാക്കി എഴുതിയാൽ മതി. മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞു തരുമോ? മനസ്സിലായില്ല? പേജ് നമ്പർ 128 റൈറ്റിംഗ് ഡെസിമൽസ് ഇൻ എക്സ്പാൻഡഡ് നൊട്ടേഷൻ കണ്ടോ? അതിന് തൊട്ട് താഴെ ഒരു ടേബിൾ പോലെ കൊടുത്തിരിക്കുന്ന കണ്ടോ? ആ ടേബിള് വരയ്ക്കാം. എന്നിട്ട് ഒറ്റൊരു ടേബിളില് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം എക്സസൈസ് 7.1 സിയിലെ 6 നമ്പേഴ്സും ഒറ്റൊരു ടേബിളിലാക്കി എഴുതാം. ഓരോ നമ്പറിനും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കേണ്ടെന്ന് പറഞ്ഞു. എഴുതാനാ? എന്തോ? 6 നമ്പേഴ്സും ഒറ്റ ടേബിളിൽ തന്നെ ആക്കിയിട്ട് എഴുതാൻ. ടേബിളിൽ തന്നെ ആക്കി എഴുതാൻ. അതായത് ഓരോ നമ്പറിനും വേറെ വേറെ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഒറ്റ ടേബിളിൽ തന്നെ 6 നമ്പേഴ്സ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഫ്രാക്ഷൻ, ഇക്വലന്റ് ഫ്രാക്ഷൻ, ലൈക്ക് ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെസിമൽസിന്റെ കേസിലുണ്ട് കുറച്ച് ടൈപ്സ് പഠിക്കാൻ. ഇക്വലന്റ് ഫ്രാക്ഷൻസ് മീൻസ് അതായത് ഒരേ വാല്യൂ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ, ഒരേ വാല്യൂ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് ഇക്വലന്റ് ഫ്രാക്ഷൻ. ഫോർ എക്സാമ്പിൾ 4/10. 4/10 നമ്മൾ എങ്ങനെ ഡെസിമൽ ഫോമിൽ എഴുതുന്നത്? 4/10 എങ്ങനെ എഴുതും? 4/10 0.4 അല്ലേ? Listen here. Four by 10 നമ്മൾ എങ്ങനെ എഴുതാം? ഈക്വൽ ടു 0.4 അല്ലെ? 0.4 എന്നാണ് നമ്മൾ 4/10 എഴുതുന്നത്. ഇനി 40/100 ആണെങ്കിലോ? 0.04. 0.04 ആണോ? 40/100 ന്യൂമറേറ്ററിൽ 40 ആണ്, ഡിനോമിനേറ്ററിൽ 100 ആണ്. അപ്പോൾ ഡെസിമൽ പാർട്ടിൽ 2 ഡിജിറ്റ് വേണം. 0.40. ഇനി 400/1000 ആണെങ്കിലോ? 0.400. 4/1000 ആണെങ്കിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? 0.004 എന്ന് എഴുതുന്നത്. ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് നോക്കൂ. 4/10 is equal to 0.04. Sorry, 0.4. ഇനി 40/100 പകരം 4/100 ആണെങ്കിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? 0.04 എന്ന് എഴുതുന്നത്. 400/1000 പകരം 4/1000 ആണെങ്കിൽ 0.004 എന്ന് എഴുതും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇത് ഡിഫറൻസ് ഒന്നുമില്ല, ഇത് സെയിം തന്നെ. 40/100 4/100.
400 by 1000 4 by 1000. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ശ്രദ്ധിച്ച്. എന്ത് ശ്രദ്ധിച്ചു? പിന്നെ ഈ 0.40 പിന്നെ 4 100 പിന്നെ ഇപ്പുറം 0.04 ആണ്. ഇപ്പുറം 0.40 ആണ്. പിന്നെ പിന്നെ ഒന്നും കൂടി ഉണ്ട്. പിന്നെ ആദ്യം ഇതിന് മുമ്പത്തെ 40 ആണ്. പിന്നെ അതിന്റെ ഇപ്പുറം 4 ആണ്. 40യും 4ഉം വരുമ്പോ ഈ 4ന്റെ പ്ലേസ് മാറുന്നത് കണ്ടോ നിങ്ങള്? 40 by 100 വരുമ്പോ 0.40. ഓക്കെ, 4 by 100 വരുമ്പോ 0.04. അപ്പൊ ഒരു ഡെസിമൽ പാർട്ടില് ഒരു ഡിജിറ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് സീറോസ് ആഡ് ചെയ്താൽ അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ല. എന്നാൽ ലെഫ്റ്റ് സൈഡിലാണ് സീറോ വരുന്നതെങ്കിൽ ഈ 40 by 100 4 by 100 എടുത്താൽ 40 by 100ന്റെ ഡെസിമൽ ഫോമിൽ എഴുതുമ്പോ 0.4 എന്നത് ടെൻസിന്റെ പ്ലേസിലാണ് വരുന്നത്. 4 by 100 ആകുമ്പോ 4 എന്നത് ഹൺഡ്രഡ്സിന്റെ പ്ലേസിലാണ് വരിക. അതുപോലെ 400 by 1000ലെ 4 ടെൻസിന്റെ പ്ലേസിൽ തന്നെ, വ്യത്യാസം വരുന്നില്ല വാല്യൂല്. എന്നാൽ 4 by 1000 ആവുമ്പോ 4 തൗസൻഡ്സിന്റെ പ്ലേസിലാണ് വരിക. അതായത് ഡിജിറ്റിന്റെയും ഡെസിമൽ പോയിന്റിന്റെയും ഇടയിലാണ് സീറോ വരുന്നതെങ്കിൽ ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഡിജിറ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ സീറോ ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ മാറുന്നില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ 4 by 10 0.4, 40 by 100 0.40. ഇവിടെ 4ന്റെ പ്ലേസ് വാല്യൂ ടെൻസ് തന്നെയാ വരിക. 400 by 1000 0.400. എന്നാലും 4 ടെൻസിന്റെ പ്ലേസ് തന്നെയാ വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് എത്ര സീറോ വരെ ആഡ് ചെയ്ത് കൊടുത്താലും ഈ 4ന്റെ പ്ലേസ് വാല്യൂ മാറുന്നില്ല, ടെൻസ് തന്നെയാ വരിക. അതായത് നമ്മൾ ഡെസിമൽ പാർട്ടിൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എത്ര സീറോ ഇട്ട് കൊടുത്താലോ ആ ഡെസിമൽ നമ്പറിന്റെ വാല്യൂവിൽ ചേഞ്ച് വരില്ല. എന്നാൽ ഇവിടെ നോക്കിയേ, 4 by 10 0.4, 4 ഇവിടെ ടെൻസിന്റെ പ്ലേസിലാണ് വരിക. 4 by 100 0.04, 4ന്റെയും പോയിന്റിന്റെയും ഇടയിലാണ് സീറോ വരുന്നത്. അപ്പൊ 4ന്റെ പ്ലേസ് വാല്യൂ എങ്ങോട്ട് മാറി? ഹൺഡ്രഡ്സിലേക്ക് മാറി, ടെൻസിൽ നിന്ന് ഹൺഡ്രഡ്സിലേക്ക് മാറി. ഇനി അതേപോലെ പോയിന്റിന്റെയും 4ന്റെയും ഇടയിൽ 2 സീറോ വരുമ്പോ പ്ലേസ് വാല്യൂ എങ്ങോട്ട് മാറി? തൗസൻഡ്സിലേക്ക് മാറി. അപ്പൊ ഡെസിമൽ പോയിന്റിന്റെയും ഡിജിറ്റിന്റെയും ഇടയിലാണ് സീറോ വരുന്നതെങ്കിൽ പ്ലേസ് വാല്യൂവിൽ മാറ്റം വരുന്നു, ചേഞ്ച് വരുന്നു. എന്നാൽ ഡിജിറ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എത്ര സീറോ ഇട്ട് കൊടുത്താലോ ആ ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂവിൽ ചേഞ്ച് വരില്ല. അപ്പൊ ഇതിനൊന്നും ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ ചേഞ്ച് വരുന്നില്ലല്ലോ. 0.4 എന്ന് പറഞ്ഞാലും 0.40യും 0.400 ഇത് മൂന്നെണ്ണത്തിന്റെയും വാല്യൂ സെയിം ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വാലന്റ് ഡെസിമൽ. ഇക്വിവാലന്റ് ഡെസിമൽ. പ്ലേസ് വാല്യൂവിൽ ചേഞ്ച് വരാതെ ഡെസിമൽ പാർട്ടിൽ ഇൻക്രീസ് വരുന്നതിനാണ് നമ്മൾ ഇക്വാലന്റ് ഡെസിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹോംവർക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.